ബേബിയുടെ ചോദിച്ചില്ലേ, ഞാൻ ഉടനെ അങ്ങ് മാറ്റി കൊടുക്കാം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് RSPയുടെ തിരുവനന്തപുരത്തെ പട്ടത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്ന ക്യാപ്സൂൾ വിളമ്പാനല്ല. എടാ മേലനങ്ങാതെ ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. അളിയ ഞാൻ 2 ദിവസമായി എൻ്റെ ഒരു കുഞ്ഞ്, എൻ്റേത് കൂടിയായ എൻ്റെ നാട്ടുകാരൻ, ഞാൻ പഠിച്ച സ്കൂൾ, 2 ദിവസമായി ഞാൻ ആ കുഞ്ഞിൻ്റെ ഒപ്പമാണ്. ആ കുഞ്ഞ് ആ തണുത്ത് മരവിച്ച് ശാസ്താംകോട്ട താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ മോർച്ചറി റൂമിൽ തണുത്ത് ശീതീകരിക്കപ്പെട്ട നിലയിൽ ഇരിക്കുമ്പോൾ ആ മരണവിവരം അറിഞ്ഞ മന്ത്രി ആനന്ദ നൃത്തം ആടിയെങ്കിൽ അത് അധികാരത്തിന്റെ ഉന്മാദമാണ് എന്ന് ഞാൻ പറയും. അത് അധികാരത്തിന്റെ ഉന്മാദമാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഞങ്ങൾ എന്താ കാരണഭൂതം പാട്ട് പാടണോ? ഞങ്ങൾ കാരണഭൂതൻ പാട്ട് പാടണോ? എന്നോട് ചോദിച്ചല്ലോ തേവലക്കര കുട്ടിയുടെ മരണത്തെക്കുറിച്ച്. ഓ എന്നല്ലേ തമ്പ്രാ മൂളിയത്? അത് അധികാരത്തിന്റെ ഉന്മാദമാണ്, ഞങ്ങളത് ചൂണ്ടിക്കാണിക്കും. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഈസ് എ ക്ലിയർ കട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ആ സ്കൂളിലേക്ക് വരൂ, മാധു ദൃശ്യങ്ങൾ കണ്ടതല്ലേ. അപ്പൊ ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങൾ മറ്റെന്തോ ആശയം പറയുകയാണെന്നാണോ? യാഥാർത്ഥ്യങ്ങളല്ലേ. ഈ യാഥാർത്ഥ്യങ്ങളോട് എങ്ങനെ മുഖം തിരിക്കാൻ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത നമുക്ക് കഴിയില്ല. മനുഷ്യത്വം അല്പമെങ്കിലും ഉള്ളവരാണ്. അതുകൊണ്ടാണ് ആമുഖമായി ഞാൻ ആ ഫോട്ടോ പ്രദർശിപ്പിച്ചത്. മനുഷ്യത്വമുള്ള ഒരാൾക്ക് ആകാശം കാണുന്ന ഭിത്തികൾ വിണ്ടു കീറി ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി ഫോട്ടോഷൂട്ട് നടത്തണമെങ്കിൽ അധികാരത്തിന് ഉന്മാദമല്ലേ മാധു? അത് പറയണ്ടേ? ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഇത് ഒരു ഇന്ന് ഈ ലൈൻ ഇവിടുന്ന് മാറ്റുമ്പോ ഇന്നലെ നടന്ന ഒരു ഫോട്ടോ മാധു ഒന്ന് കാണണ്ടേ?